ഈ വിദ്യാലയത്തിൻ്റെ 72-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ള എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ മരിയ ജോസ്, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനിയായ നമ്മുടെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുനിൽ, ഇവിടെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ നമ്മൾ ഈ വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഇതിലെ ഒട്ടുമിക്ക കുട്ടികളും വിദ്യാഭ്യാസ രംഗത്തിലായാലും കലാപരമായാലും കായികപരമായാലും ഒരാളും പിന്നിലല്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലായത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും, ഇനി അഥവാ പുറകിലോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചകളിലെ അവരെ ക്ലാസ്സുകൾ വെച്ച് അവരെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ നല്ല നല്ല ഈ ക്ലാസ്സുകൾ നമ്മൾ 100% നേടി നമ്മുടെ ഈ വിദ്യാലയം ഓരോ വർഷവും 100% തന്നെയാണ് നേടിക്കൊണ്ട് മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അധികം വൈകിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും. ഇവിടെ നിന്നും വിരമിക്കുന്ന നമ്മുടെ ആദരണീയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുനിൽ ഉൾപ്പെടെ അധ്യക്ഷ വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങൾക്കും ഉള്ള അംഗീകാരമാണ് ഈ വാർഷികാഘോഷം. അംഗീകാരം നേടുക എന്നത് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും ഏറ്റവും വലിയ അഭിമാനമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ഈ വിദ്യാലയം എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വിശിഷ്ട സേവനം വെച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ബഹുമാനപ്പെട്ട ഡെയ്സി ടീച്ചർ, ശ്രീമതി വത്സ, ശ്രീമതി റീന അവർകൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സിസ്റ്റർ മരിയ ജോസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് മുന്നേ ഇവിടെ ഒത്തിരി പേര് ആശംസ അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ആശംസ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തികച്ചും സംതൃപ്തരാണ് ഈ സ്കൂളിൽ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതിൽ. ഏറ്റവും ആദ്യത്തെ ഒരു ചെറിയൊരു സംഭവം ഞാൻ തുടങ്ങട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് വരുന്നത്. പുതിയ സിസ്റ്ററാണെന്ന് അറിഞ്ഞു, കണ്ടിട്ടില്ല. എങ്കിൽ ഞാൻ ഈ വരാന്തയിലൂടെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ജനറൽ ബോഡി അല്ലേ, കുട്ടികളെല്ലാം സ്കൂളിൽ വീട്ടിൽ പോയിണ്ടാവും. എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം ഞാൻ പറയട്ടെ. ഞാൻ 5ാം ക്ലാസ്സിലെ ആ വരിയിൽ പോയപ്പോൾ അവിടെ കുട്ടികളുണ്ട്, ടീച്ചേഴ്സില്ല. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സുകാരെ നോക്കി, അവിടെ കുട്ടികളുണ്ട്, ടീച്ചേഴ്സില്ല. എല്ലാവരും ഹാളിലാണ്. എങ്ങനെ ഇവർ ഇത്രയും ഡിസിപ്ലിനോടുകൂടി ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ അതിശയിച്ചു. ആ വ്യക്തിത്വത്തെ ഒന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ജനറൽ ബോഡി നടക്കുന്ന ആ ഹാളിലേക്ക് പോയി. ഞാൻ കണ്ടു പുതിയ ഈ LAG കുടുംബത്തിലെ സാരഥി സിസ്റ്റർ മരിയ ഗ്രേസ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അതുതന്നെയായിരുന്നു, ഡിസിപ്ലിൻ. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ മീറ്റിങ്ങിൽ എക്സിക്യൂട്ടീവിൽ ഞാൻ അത് പറഞ്ഞു. പക്ഷേ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പറയുന്നേക്കാളും എനിക്ക് തോന്നി ഇങ്ങനൊരു അവസരത്തിൽ ഈ ഒരു നല്ല ഗുണം പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അത് വളരെ മോശമായി പോകും. അതൊരു നിങ്ങൾക്ക് എല്ലാ രക്ഷാകർത്താർക്കും അഭിനന്ദിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. പിന്നെ ഈ LAGയുടെ ഒരു പ്രത്യേകത ഞാൻ തോന്നുന്നു, ചിരിച്ച മുഖങ്ങളുള്ള അധ്യാപകരുടെ ഒരു കൂട്ടം. ഞങ്ങൾ കയറി വരുമ്പോൾ ചിരിച്ചു മാത്രമാണ് ഞങ്ങളെ അവർ സ്വാഗതം ചെയ്തിരുന്നത്.
അധികം നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഒരുപാട് വർഷത്തെ റിപ്പോർട്ട് പോലെയാണ് നമുക്കിവരെ റിപ്പോർട്ട് കാണിച്ചു തന്നത്. ഒറ്റ വർഷമാണ് ഇവർ ചെയ്ത് വാരിക്കൂട്ടിയ ഈ ട്രോഫികൾ. അതിലും നമുക്ക് അഭിമാനിക്കാം. ഇനി ഇവിടെ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, അധ്യാപകരെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും നല്ലൊരു പരിപാടി കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്കൊന്ന് നന്നായിട്ടൊന്ന് കൈയടിക്കാൻ അറിയില്ലേ? പോരാ പോരാ. കൈയടിച്ചാൽ പല ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയുമോ? നമ്മുടെ ആയുസ് കൂടും, ഈ ക്യാൻസർ വരില്ല. ഇതൊക്കെ പുതിയ അറിവുകളാണ്. നന്നായിട്ടൊന്ന് കൈയടിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല, സ്കൂളിന് വേണ്ടിയിട്ട്. ശരി, ചിലർ അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ആയിക്കോട്ടെ. ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയിട്ട് 30 വർഷം കഴിഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികൾ ഒരുപാട് എന്താ പറയുക ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. ഇത്രയും അടുത്ത് വന്നിരുന്ന് കാണാൻ എനിക്കൊരു അവസരം ഉണ്ടായത് ഈ 2 വർഷമായിട്ടാണ്. അതിന് കാരണം ഒരുക്കിയ ഈ സ്കൂളിനോട്, അതായത് OSA എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനും ഇവിടെ മുന്നിൽ വന്നിരിക്കാനും പറ്റിയത്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതിനുള്ള ക്രെഡിറ്റ് LIGHSന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഡെയ്സി ടീച്ചർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ടീച്ചറുടെ റിട്ടയർമെൻറ്റിൽ എന്താ പറയുക, ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇനിയും ഒരുപാട്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ സംപൂജ്യരെ, നമസ്കാരം. പുഞ്ചിരി തൂകുന്നു മൗനം, മനസ്സിലെ തേങ്ങൽ മറച്ചു വയ്ക്കാൻ. പുഞ്ചിരി തൂകുന്നു മൗനം, മനസ്സിലെ തേങ്ങൽ മറച്ചു വയ്ക്കാൻ. ദീർഘനാൾ ഈ വിദ്യാക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിച്ച് തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഈ വർഷം വിട പറയുകയാണ് നമ്മുടെ ഡേസി ടീച്ചറും വത്സ ചേച്ചിയും റീന ചേച്ചിയും. ഇവിടെ ഈ മുൻനിരയിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അവർ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ള് തേങ്ങുകയാണ്. അതോടൊപ്പം LIG കുടുംബത്തിലെ ഓരോ അംഗവും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വിട പറയൽ വ്യതകൾ നിറഞ്ഞ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമുക്കേവർക്കും സുപരിചിതമായ ഒരു കഥ ഓർമ്മ വരുന്നു. ഏറെ ദുഃഖങ്ങളും അതീവ സന്തോഷവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെ മറികടക്കാൻ എന്തു വേണം എന്ന് ആരാഞ്ഞ ഒരു രാജാവിനോട് ഒരു വാചകം കൊത്തിവെച്ച മോതിരം നൽകിക്കൊണ്ട് മന്ത്രി പറഞ്ഞു, അതീവ ദുഃഖങ്ങളും അതിയായ സന്തോഷവും വരുന്ന സന്ദർഭത്തിൽ ഈ മോതിരത്തിലോട്ട് നോക്കിയാൽ മതി. ആ മോതിരത്തിൽ കൊത്തിവെച്ച വാചകം ഇതാണ്: ഇതും കടന്നുപോകും. അതെ, ഇതും കടന്നുപോകും. 2001 ഞാൻ ഈ വിദ്യാലയത്തിൽ കടന്നു വരുമ്പോൾ അന്ന് മുതൽ പരിചിതങ്ങളായ മുഖങ്ങളാണ് ഡേസി ടീച്ചറുടെയും റീന ചേച്ചിയുടെയും വത്സ ചേച്ചിയുടെയും. അതിനാൽ തന്നെ അവരെക്കുറിച്ച് അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് മൂവർക്കും ആശംസകൾ അർപ്പിക്കാൻ ലഭിച്ച ഈ സന്ദർഭത്തിൽ ഞാൻ ഏറെ കൃതാർത്ഥയുമാണ്. നമ്മുടെ സമീപ പ്രദേശമായ പാറന്നൂരിലെ പാവു ത്രേസ്യ ദമ്പതികളുടെ 10 മക്കളിൽ 9ാമത്തെ മകളാണ് നമ്മുടെ ഡേസി ടീച്ചർ. അവിടെ നിന്ന് എടക്കളത്തൂർ കുടുംബത്തിലേക്ക് ചേക്കേറി. ജോസേട്ടനാണ് ഭർത്താവ്. ക്രിസ്റ്റോ, ഡെൽജോ എന്നിവരാണ് മക്കൾ. ക്രിസ്റ്റോ ബിടെക് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. മകൻ ഡെൽജോ ഫാം ഡിക്ക് പഠിക്കുന്നു. സന്തോഷകരമായ കുടുംബജീവിതം. 5ാം തരത്തിൽ ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയായ അന്ന് മുതൽ ആരംഭിച്ചതാണ് ഡേസി ടീച്ചർക്ക് LIG കുടുംബവുമായുള്ള ബന്ധം. ഇതേ വിദ്യാലയത്തിൽ തന്നെ വിദ്യ അഭ്യസിക്കാനും അധ്യാപികയാകാനും ഇവിടെ നിന്ന് തന്നെ വിരമിക്കാനും സാധിക്കുക
എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു ഭാഗ്യമല്ല. നല്ല ദൈവത്തിന് നന്ദി പറയാം. 1996 നമ്മുടെ LIG കുടുംബത്തിൽ നിന്ന്, LIG വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് ഡെയ്സി ടീച്ചർ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് സേക്രഡ് ഹാർട്ട് തൃശ്ശൂർ, സെയിൻറ് ആൻസ് തൃശ്ശൂർ എന്നിവിടങ്ങളിൽ അല്പകാലം ജോലി ചെയ്തു. 2000 ഇതേ വിദ്യാക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരിയായി മാറി. UP-യിലെ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് UP-യിൽ പഠനം ആരംഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഡെയ്സി ടീച്ചറുടെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്നേഹവും വാത്സല്യവും ആണ് ഒരു അധ്യാപകന് വേണ്ട പ്രഥമ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ നമ്മുടെ ഡെയ്സി ടീച്ചർക്ക് ആവോളമുണ്ട്. അതിനാൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരിയായ അധ്യാപികയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഇന്നത്തെ അഭിമാനത്തിന് കാരണഭൂതരായ ഡെയ്സി ടീച്ചർ, റീന ചേച്ചി, വത്സ ചേച്ചി, പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, മഹാനായ ഹെൻറി ആദംസ് പറയുന്നു, അധ്യാപകൻ വ്യക്തിയെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനം എവിടെ അവസാനിക്കുന്നുവെന്ന് ഒരിക്കലും ഉറപ്പിക്കാനും കഴിയില്ല. അനേകം കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ 72ാമത് വാർഷികാഘോഷ വേളയിൽ മനസ്സിൽ ഉയരുന്നത് ഈ ഉദ്ധരണിയാണ്. കാരണം നീണ്ട വർഷങ്ങൾ ഈ വിദ്യാക്ഷേത്രത്തിൻ്റെ മണിമുറ്റത്ത് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അകമ്പടിയോടെ നിസ്വാർത്ഥ ശുശ്രൂഷയിലൂടെ ജീവിത വെളിച്ചം പകർന്നു നീങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡെയ്സി ടീച്ചറും ഞങ്ങളെ എന്നും ചേർത്ത് നിർത്തിയ 2 ചേച്ചിമാരും തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഇവരോരോരുത്തരും മാതൃതുല്യമായ സ്നേഹത്തോടെ, അധ്യാപക സഹജമായ നിഷ്ഠയോടെ, സ്നേഹിതാ തുല്യമായ സൗഹൃദത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തിയവരാണ്. ഇതിവിടെ അവസാനിക്കുന്ന സ്വാധീനമല്ല, നിത്യതയോളം എത്തുന്ന സ്വാധീനമാണ്. ഒരു നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായി അവർ അലിഞ്ഞുതീരുന്നു എന്ന മഹത് വചനമനുസരിച്ച് ഈ നിമിഷം നിറഞ്ഞ നന്ദിയോടെ, ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പ്രിയ അധ്യാപകരെ, നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. 5ാം ക്ലാസ്സിൽ ഏറെ അപരിചിതത്തോടെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതോടൊപ്പം ഹിന്ദി എന്ന ഭാഷയും നമുക്ക് തീർത്തും അപരിചിതമായിരുന്നു. ഡെയ്സി ടീച്ചർ പകർന്നു നൽകിയത് അക്ഷരങ്ങൾ മാത്രമായിരുന്നില്ല, സ്നേഹവും വാത്സല്യവും കൂടിയായിരുന്നു. ഏത് വലിയ പ്രതിസന്ധിയിലും ശിശുസഹജമായ നിഷ്കളങ്കതയോടെ, ശാന്തതയോടെ, പുഞ്ചിരിയോടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ടീച്ചറുടെ കഴിവ് ഞങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ട്. കലാകായിക ശാസ്ത്രമേളകൾക്കായാലും പഠനയാത്രകളിലായാലും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് അവർക്ക് പ്രോത്സാഹനം നൽകി സംരക്ഷണമൊരുക്കി കൂടെ നിന്ന ഡെയ്സി ടീച്ചറുടെ സ്നേഹവാത്സല്യം അനുഭവിച്ചറിയാത്ത ഒരു വിദ്യാർത്ഥിയും ഈ വിദ്യാലയത്തിൽ ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് എന്നും എപ്പോഴും എന്താവശ്യത്തിനും സമീപിക്കാവുന്ന 2 പേരാണ് റീന ചേച്ചിയും വത്സ ചേച്ചിയും. ഈ വലിയ വിദ്യാലയം ഇത്രയും മനോഹരമായി കാത്തു സൂക്ഷിക്കുക എന്നത് എളുപ്പമുള്ള ഒരു ജോലിയല്ല എന്ന് നമുക്കേവർക്കും അറിയാമല്ലോ. തങ്ങളെ ഏൽപ്പിച്ച ജോലി ഏറ്റവും മനോഹരമായി ചെയ്തു വരുന്ന ഈ 2 ചേച്ചിമാരും LIG-യിലെ ഓരോ വിദ്യാർത്ഥിക്കും മാതൃകയായിരിക്കും. കൃതജ്ഞതാ നിർഭരമായ വികാരങ്ങൾ മനസ്സിൽ നിറയുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കായി നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും ത്യാഗങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ വളരുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഉറപ്പു നൽകുന്നു. ഡെയ്സി ടീച്ചറുടെയും റീന ചേച്ചിയുടെയും വത്സ ചേച്ചിയുടെയും വിശ്രമ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളുടെ പ്രിയമുള്ള ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ ഗ്രേസ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസുമാർ, അധ്യാപകർ, അനധ്യാപകർ, PTA, MPTA, OSA എന്നീ ഭാരവാഹികൾ, എൻ്റെ ബന്ധുമിത്രങ്ങളെ,
എന്നോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി വത്സ, ശ്രീമതി റീന, മറ്റു സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രിയമക്കളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. LIGHSൻ്റെ 72ാമത് വാർഷിക ദിന ആഘോഷവും ഞങ്ങൾക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഏറ്റവും ഹൃദ്യമായ വിധത്തിൽ ആഘോഷിക്കുന്ന ഈ സുന്ദരവേളയിൽ 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് വാഗ്ദാനം നൽകിയ എൻ്റെ പൊന്നു തമ്പുരാനോടാണ്. 1996 സെപ്റ്റംബർ 3 ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ഒരു അധ്യാപികയായി കടന്നു വരുമ്പോൾ വലിയ ഒരു സ്വപ്നം, പൂവണിഞ്ഞ സന്തോഷം എൻ്റെ മനസ്സിൽ നിറഞ്ഞു കഴിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൻ്റെ ഔദ്യോഗിക തിരശ്ശീല വീഴുന്ന ഈ സായം സന്ധ്യയിൽ എന്നെ നല്ല ദൈവം ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് കഴിയുന്ന വിധത്തിൽ പൂർത്തിയാക്കി എന്ന ചാരിതാർത്ഥ്യവും തമ്പുരാനോടുള്ള 1000 നന്ദിയുമാണ് എൻ്റെ ഹൃദയത്തിൽ നിറയുന്നത്. എൻ്റെ ലീവ് വേക്കൻസി കാലഘട്ടങ്ങളിൽ സെൻറ് ആൻസ്, സേക്രഡ് ഹാർട്ട് എന്നീ വിദ്യാലയങ്ങളിൽ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. 2000 LIGHSൽ തന്നെ പെർമനൻ്റ് സ്റ്റാഫായി നിയമനം കിട്ടിയതിൽ CMC മാനേജ്മെൻറ്റിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനോടും ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ ഡോക്ടർ ക്രിസ്ലിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നാളിതുവരെ കോർപ്പറേറ്റ് മാനേജർമാരായിരുന്ന സിസ്റ്റർ ഫെലീഷ്യൻ, സിസ്റ്റർ പ്രഭ, സിസ്റ്റർ ആത്മ, സിസ്റ്റർ ലിസ്റ്റോ, സിസ്റ്റർ സ്റ്റെല്ല റോസ് എന്നിവരോടും LIGയിലെ ഹെഡ് മിസ്ട്രസ്മാരായിരുന്ന ഏലിയാമ്മ ടീച്ചർ, ആനി സെബാസ്റ്റ്യൻ ടീച്ചർ, മേരി ഡെയ്സി ടീച്ചർ, സിസ്റ്റർ ആത്മ, സിസ്റ്റർ അനുപമ, സിസ്റ്റർ ഫ്ലോറിപ്പോൾ, സിസ്റ്റർ റോസ്മരിയ, ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ ഗ്രേസ് എന്നിവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പാറന്നൂരിലെ തരകൻ കുടുംബത്തിലെ പാവു ത്രേസ്യ ദമ്പതികളുടെ 10 മക്കളിൽ 9ാമത്തെ മകളായി ജനിച്ച എനിക്ക് വേണ്ടി എൻ്റെ അപ്പനും അമ്മയും ചെയ്ത സഹായങ്ങളും നിരന്തരമായ പ്രാർത്ഥനയും ഒരിക്കലും മറക്കാനാവില്ല. അപ്പൻ്റെ മരണശേഷം 94 വയസ്സുവരെ എനിക്ക് താങ്ങായി നിന്ന എൻ്റെ അമ്മ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായിട്ട് ഇപ്പോൾ 8 മാസം പിന്നിടുമ്പോൾ അപ്പനും അമ്മയും ഈ നിമിഷം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, എൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് ആവശ്യമായ സപ്പോർട്ട് തന്നിരുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ ബന്ധുമിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇയാൾ എടക്കളത്തൂർ കുടുംബത്തിലെ ഔസേപ്പ് ത്രേസ്യ ദമ്പതികളുടെ 10 മക്കളിൽ 10ാമത്തെ മകനായ ജോസിൻ്റെ സഹധർമ്മിണിയായി ഞാൻ കടന്നു ചെന്നു. അവിടുത്തെ സ്നേഹം നിറഞ്ഞ അപ്പനും അമ്മയും സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ജോലി സംബന്ധമായ എൻ്റെ തിരക്കുകളിൽ എന്നോടൊത്ത് സഹകരിക്കുകയും തുണയായി നിൽക്കുകയും ചെയ്ത എൻ്റെ ഭർത്താവിനോടും ഞങ്ങളുടെ മക്കളായ ക്രിസ്റ്റോ, ഡെൽജോ എന്നിവരോടും അദ്ദേഹത്തിൻ്റെ സഹോദരീ സഹോദരങ്ങളോടും ബന്ധുമിത്രങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. LIGയിൽ നിന്നും പിരിഞ്ഞു പോയാലും ഇക്കാലം അത്രയും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളും ഒരു വലിയ സുഹൃത്ത് ബന്ധവും തുടർന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾ നൽകിയ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും നല്ല വാക്കുകൾക്കും 1000 നന്ദി. ഈ കാലഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ ഗ്രേസ്, PTA, MPTA, OSA ഭാരവാഹികൾ, ശ്രീമതി വത്സ, എന്നോടൊപ്പം സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ശ്രീമതി വത്സ, ശ്രീമതി റീന, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, സെന്റ് തോം കോൺവെന്റ് സുപ്പീരിയർ, മറ്റ് സിസ്റ്റേഴ്സ്, സാന്തോം ചർച്ചിലെ വികാരി സനോജച്ചൻ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, പ്രിയ നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്.
കാരണം നല്ല തമ്പുരാൻ ഒരുപാട് വഴിയിലൂടെ എന്നെ കൈപിടിച്ച് നടത്തി. എല്ലാറ്റിനും നന്ദി മാത്രമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. CMC മാനേജ്മെൻറ്റ് എനിക്ക് ജോലി നൽകിയ വലിയ മനസ്സുകളെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റേഴ്സിനോടും ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർസായ സിസ്റ്റർ ക്രിസ്റ്റീനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ കാലയളവിൽ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാലയങ്ങളെ ഹെഡ് മിസ്സന്മാരും ഇപ്പോഴത്തെ എൻ്റെ ഹെഡ് മിസ്സസ്റ്റായ സിസ്റ്റർ മരിയ ഗ്രേസിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നോടൊപ്പം സേവനമനുഷ്ഠിക്കുന്ന എല്ലാ നോട്ടിറ്റി സ്റ്റാഫിനോടും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ടീച്ചിങ് സ്റ്റാഫിനോടും നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സമയം സ്വർഗത്തിലിരുന്ന് എൻ്റെ സ്നേഹം നിറഞ്ഞ അപ്പനെയും അമ്മയെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടിയ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇനിയും നന്ദി പറയുവാൻ വളരെയേറെയുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയോടും സ്നേഹത്തോടും ഓർത്തുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച വലിയ സ്നേഹത്തിനും കരുതലിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ PTA മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, എന്നോട് കാണിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളുടെ ഹെഡ് മിസ്സസ് സിസ്റ്റർ മരിയ ഗ്രേസ്, ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, റിട്ടയർ ചെയ്തു പോയ അധ്യാപകർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. പ്രസംഗം പറയാനായി ഞാൻ ഒരിക്കലും ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല. വലിയൊരു പ്രസംഗം പറയാനൊന്നും എനിക്കറിയില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു യാത്രയപ്പ് സമ്മേളനം ഒരുക്കി തന്ന ഈ വിദ്യാലയത്തിലെ അധികാരികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങി എന്നെ നിങ്ങളുടെ മുൻപിൽ ശാന്തമായി നിൽക്കാൻ അനുഗ്രഹിച്ച പൊന്നു തമ്പുരാനെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കട്ടെ. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി അവിടുന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്ന തിരുവചനമാണ് എൻ്റെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ദൈവവചനം. അതെ, ഇന്ന് സ്വർഗീയ പിതാവിനരികിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, കർമ്മലീത്ത സന്യാസിനികളുടെ വിവിധങ്ങളായ സ്കൂളുകളിൽ ജോലി ചെയ്യാനായി എന്നെ സഹായിച്ച എൻ്റെ അമ്മായി സിസ്റ്റർ ക്ലോഡ്, 1993 CKC TTI പാവർട്ടിയിൽ PTM ആയി ജോലിക്ക് കയറുമ്പോൾ അന്നത്തെ ഹെഡ് മിസ്സസ്സായിരുന്ന സിസ്റ്റർ റോസ്ബർഗ മുതൽ ഇന്നത്തെ LIGയിലെ മരിയ ഗ്രേസ് സിസ്റ്റർ വരെ എന്നോട് സ്നേഹവും കരുണയും വാരി വിതറിയ പല ഹെഡ് മിസ്സസുമാർ, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന് ധൈര്യം തന്ന് കൂടെ നിർത്തിയ എൻ്റെ ക്ലർക്കുമാർ, സഹപ്രവർത്തകർ, പ്രോവിൻഷ്യലമ്മമാർ, കോപ്പറേറ്റീവ് മാനേജർമാർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കട്ടെ. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കുടുംബത്തോടാണ്. എൻ്റെ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ആവശ്യമായ സഹായവും ഉന്മേഷവും നൽകി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും 1000 നന്ദി പറയുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് LIG കുടുംബത്തോടാണ്. 30 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാലം ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. സിസ്റ്റർ വിമല, ഏലിയാമ്മ ടീച്ചർ, ലിസ്യമ്മ ടീച്ചർ, ആനി സെബാസ്റ്റ്യൻ ടീച്ചർ, മേരി ഡെയ്സി ടീച്ചർ, സിസ്റ്റർ ആത്മ, സിസ്റ്റർ അനുപമ, സിസ്റ്റർ ഹിമ റോസ്, സിസ്റ്റർ അന്ന ആൻ്റണി, സിസ്റ്റർ അനുപമ, സിസ്റ്റർ മരിയ ഗ്രേസ് തുടങ്ങിയ HMമാരുടെ പ്രാർത്ഥനയും എൻ്റെ അധികാരികളെയോ സഹപ്രവർത്തകരെയോ വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത്രയും നല്ലൊരു റിട്ടയർമെൻ്റ് പരിപാടി എനിക്കായി ഒരുക്കി തരികയും നല്ല വാക്കുകൾ പറഞ്ഞെന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. And the guiding forces behind their success
our dedicated teachers and trainers. I take this opportunity to express our gratitude to two exceptional individuals who have been the guiding pillars behind the remarkable achievements of our students in the field of sports, Mr. Suraj L. and Mr. Jalaluddin KH. Their relentless support and expert coaching have resulted in commendable success and recognition for our students at national and state level sports competitions. I invite Mr. Suraj L. onto the stage to receive our token of gratitude, referee and baseball and softball coach. Jalaluddin KH onto the stage to receive our token of appreciation. He is a 4th Dan black belt holder in Taekwondo, national referee and coach. Now I invite our esteemed teacher Srimati Deepa CG, who secured an A grade in the Teachers Project at the State Science Fair. Her passion and vision have set a shining example for all teachers. Next, we proudly honor our sports teacher, Srimati Sindhu Kurivelil, whose dedication and commitment have led our students to success at national and state level competitions. Equally deserving of recognition is Srimati NCCC, our science teacher, who tirelessly mentored and prepared our students for the State Science Fair, leading them to secure an A grade. I invite NC teacher to the stage. Thank you, Srimati Rekha Madam, for spending your precious time with them. And Gia Maria MJ. Next, I invite Kumari Devanjana V. Shiju, who won 3rd place at the 65th Kerala State School Taekwondo Championship 2023-24. Next, I invite Kumari CIMA, who got 3rd place Junior Taekwondo Championship. Next, I invite students who won 3rd place in the 65th Kerala State School Baseball Championship in the Seniors Girls category. Answin Polsky, Nivedya P.S. and Sana Maria Bright. Next, I invite members of the runners-up. Thank you, sister. I humbly invite Reverend Father Sanoj Arangashe, Jasmine Jojo,
Krishna Brijesh Pulayambad, Azhar Rafiq, next I invite the participant of the State Junior Baseball Championship 2023-24 held in Kozhikode, Kumari Sandra MB. Next I invite Kumari Ashna Maria and Kumari Neha CS, students who secured A grade in the State Science Fair in Still Model category. Next I invite Kumari Hridya Maria CB, student who secured second in Monarch Act at the KCSL State Competition 2023. Next I invite Kumari Amita Maria, who won third in Onashamsa card making using eco-friendly materials conducted by Kerala State Harida Mission. Congratulations to all our achievers. Your determination, dedication and hard work have brought immense pride to our school. Let us give them a resounding applause. Thank you, Father, for gracing us with your presence. ശ്രീമതി വത്സ ചേച്ചിയെയും ശ്രീമതി റീന ചേച്ചിയെയും സാദരം ക്ഷണിക്കുന്നു. Let us tap our feet to the tune of this song. അതിരുലയും പൊന്നാറിൻ കരപ്പാടത്തിൻ ഇളവരമ്പിൽ പാടി നടക്കും മാടത്ത കിളിയേ. കതിരുലയും പൊന്നാറിൻ കരപ്പാടത്തിൻ ഇളവരമ്പിൽ പാടി നടക്കും മാടത്ത കിളിയേ. വരവായി അരിവാളും തിരുനാവിൽ കളം പാട്ടും കൊണ്ട് അറുകറെ നിറ ചെറുമികളും ചെറുമനും ഈ പാടവരമ്പിൽ കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ. തിരുനാളിൽ ഈ തിരുനാളിൽ വരവായി അരിവാളും തിരുനാവിൽ കളം പാട്ടും കൊണ്ട് അറുകറെ നിറ ചെറുമികളും ചെറുമനും ഈ പാടവരമ്പിൽ കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ. തിരുനാളിൽ ഈ തിരുനാളിൽ പാടം വിത്തോ വിതച്ചൊര മാസമേതു മേടം തെക്കേ മനക്കലെ തമ്പുരാന്റെ പാടം വിത്തോ വിതച്ചൊര മാസമേതു മേടം. കരിമുകിലോ വളമെറിഞ്ഞു ഇടവപ്പാതി ജലമെറിഞ്ഞു മുളപൊട്ടിച്ചിറകണിഞ്ഞുണർന്നുയർന്നുലഞ്ഞു നിന്ന കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ. തിരുനാളിൽ ഈ തിരുനാളിൽ വരവായി
പാടും തിരുനാവിൽ പാട്ടും കൊണ്ട് കറുകറ നിറ ചെറുമികളും ചെറുമന നീ പാടവരണ്ടി കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ തിരുനാളി ഈ തിരുനാളി. കണ്ണനപാടി കണ്ണിമയാടി തരിവള ചൂടി നൂറുമേനി കൊയ്യടി പെണ്ണെ ശിങ്കാരി പെണ്ണെ ചേറുതരിക്കും കൈലികൾ മാടി പുഞ്ചിരി തൂകി നൂറുമേനി കൊയ്യടി പെണ്ണെ ശിങ്കാരി പെണ്ണെ ചേറുതരിക്കും കൈലികൾ മാടി പുഞ്ചിരി തൂകി നൂറുമേനി കൊയ്യടി പെണ്ണെ ശിങ്കാരി പെണ്ണെ. എന്നോ ഞാൻ കണ്ട കിനാവിൻ കെട്ടുകളൊക്കെ അഴിച്ചോട്ടെ. नजरों में प्यास दिल में तलाश होठों में बहु नूर में चुनरी में दाग सीने में आग सांसों में कहा दे गर्मी नजरों में प्यास दिल में तलाश होठों में बंद नरमी चुनरी में दाग सीने में आग सांसों में कहा दे गर्मी 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 छूने से जल जाओगे समझो ना फुलवा फुलझड़ी फुलझड़ी
തരാതെ നോവു താരാട്ടിൽ നീ ഉറങ്ങാനാരോ. മാനത്ത് രാഗി പാടി കണ്ണേറിയും ചെമ്പരങ്ങേ, വീഴല്ലേ നിന്റെ നിഴലെന്റെ കുഞ്ഞു കുഞ്ഞാണ്ണകൾ മുട്ടിക്കാണേ. മുത്തപ്പന്മാരെ തേവേ ചാവന്നെ തീണ്ടി ചതിച്ചേ, തായില്ലാ തങ്കക്കൂടങ്ങളെ കാക്കണേ പോറ്റണേ മാരിയമ്മേ. പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ട് മേലെ, കണ്ണു ചിമ്മും താരകമായി ദൂരെ. हाय चक्का चक है तू, हाय चक्का चक हूँ मैं. हाय चक्का चक है तू, हाय चक्का चक हूँ मैं. टपकती दोपहर सी लड़की की लहर सी, मेरी जैसी चाहिए तेरे जैसे को. फूलों वाली डाली भी हो, चुम्मा भी हो, गाली भी हो, बोलो कैसी चाहिए तेरे जैसे को. पलंग टूटता पहली रात, सारा मोहल्ला करता बात. हुई चौर में बरसात, कौन वहाँ था किसके साथ. हाय चक्का चक है तू, हाय चक्का चक हूँ मैं.
മണിപ്പൂ ചാർത്തിടും ഒരുക്കാൻ തോന്നിടും ദും 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 ദൂരേതോ രാക്കിളിപ്പാട്ട് തുടങ്ങി ഉത്സവം നിലാവിൻ ഉത്സവം. ¿Quién eres tú? ¿Dónde has estado? He removido cielo y tierra y no te encontré. Y llegas hoy tan de repente y das sentido a toda mi vida con tu querer. ना मैं समझा ना मैं जाना जो भी तुमने मुझसे कहा है सेन्योरिटा, मगर फिर भी न जाने क्यों मुझे सुन के अच्छा लगा है सेन्योरिटा. No desvíes la mirada, quédate cerca de mí. मुझको बाहों में तुम घेरो, समझी ना सेन्योरिटा. चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या, दो पल को तो आओ खो जाए भूले हम होता हम है क्या सेन्योरिटा. सुनो सुनो सेन्योरिटा कहते हैं हम क्या. Jamás podré interpretar el sentido de las palabras que me dedicas, pero el calor de tu mirar me hace sentir como la más bella señorita. निगाहों ने निगाहों से कहीं अरमानों की दास्तां है सेन्योरिटा. ये चाहत की मोहब्बत की सारी दुनिया में एक ही जुबान है सेन्योरिटा. मुझसे अब नजर ना फेरो, आओ पास तुम मेरे. मुझको बाहों में तुम घेरो, समझी ना सेन्योरिटा. चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या, दो पल को तो आओ खो जाए भूले हम होता हम है क्या सेन्योरिटा. सुनो सुनो सेन्योरिटा कहते हैं हम क्या. जो भी पल बीता हे सेन्योरिटा, हर पल तुमने है दिल जीता, बस इतनी सी तो बात है. No desvíes la mirada, quédate cerca de mí. मुझको बाहों में तुम घेरो, समझी ना सेन्योरिटा. चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या, दो पल को तो आओ खो जाए भूले हम होता हम है क्या. चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या, दो पल को तो आओ खो जाए
അവൾ പറഞ്ഞു, അല്ല, ചൊല്ലിപ്പഠിപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക, നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കുക, സഹനങ്ങളെ പാഴാക്കാതിരിക്കുക. ഈശോയ്ക്കു വേണ്ടി നമ്മൾ സമയം കൊടുത്താൽ ഒരിക്കലും അത് നഷ്ടമാകില്ല. കൂട്ടുകാരെ, അറിയണോ ഇത് ആരുടെ കഥയാണെന്ന്? ഈ കാലഘട്ടത്തിൽ ഇന്നലകളിൽ ജീവിച്ച ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടിയെന്ന് കേരളം വാഴ്ത്തിപ്പാടിയ അജന ജോർജിന്റെ കഥ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ച ഒരു കൊച്ചു വിശുദ്ധയുടെ കഥ. അധികം വൈകാതെ കേരളക്കരയ്ക്ക് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു വിശുദ്ധയുടെ കഥ. വരൂ, നമുക്കൊന്നിച്ച് ആ കഥ കേൾക്കാം. 1994 ഏപ്രിൽ 2 കൊച്ചിയിലെ വൈറ്റില എന്ന ഗ്രാമത്തിൽ ജനനം. കുഞ്ഞുവാവയ്ക്ക് ചേച്ചിയിട്ട പേര് അജന. ഏവരുടെയും പുഞ്ചിരിക്കുന്ന കുഞ്ഞുമാലാഖയായി അവൾ വളർന്നു. മുട്ടുങ്കൽ കുടുംബം ഒരു സ്വർഗമായി മാറി. അവൾ ഉച്ചരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഈശോ എന്നായിരുന്നു. തനിക്ക് മുൻപരിചയമുള്ള ഏതോ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയും കഥ കേൾക്കുന്നത് പോലെയുമാണ് ഈശോയോട് അവൾ പ്രാർത്ഥിച്ചതും അവിടത്തെക്കുറിച്ച് കേട്ടതും. കുഞ്ഞുനാളിൽ തന്നെ ഈശോയെ ആശ്വസിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹത്താൽ കഥകടച്ച് മുറിയിൽ കയറി ക്രൂശിത രൂപത്തെ നോക്കി പ്രാർത്ഥിക്കും. ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അജന. പഠനകാലത്ത് തന്നെ ഈശോ അവളുടെ ആവേശമായി മാറി. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. അവൾ സ്കൂളിലെത്തിയാൽ ചാപ്പലിലെ സക്രാരിയിലേക്ക് നോക്കി എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞത്, ഞാനൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശോയെ, ഇത്രയും സ്വീറ്റായിട്ടുള്ള, ഇത്രയും ഞങ്ങളെ നയിക്കുന്ന, എത്ര പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്നൊക്കെ കൈ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന, എത്ര തളർന്നാലും ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുന്ന ആ ഈശോയെ എല്ലാവർക്കും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രമേൽ ഈശോയെ അവൾക്ക് പ്രഘോഷിക്കാനായത് കുഞ്ഞുനാളിൽ മൊട്ടിട്ട ആഴമേറിയ ദൈവസ്നേഹം പൂത്തുവിടർന്നതുകൊണ്ടാണ്. ആദ്യമായി വിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം ആ 9 വയസ്സുകാരി പ്രാർത്ഥിച്ചത് കേൾക്കണോ? ഈശോയെ, നിന്നെ വിട്ടുപോകാൻ എന്നെ ഒരിക്കലും അനുവദിക്കല്ലേ. പിന്നീട് അങ്ങോട്ട് പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്തത്ര ഇഴചേർന്നൊരു ബന്ധമായി അത് മാറി. അവൾ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പ്രിയങ്കരി. ഒറ്റയ്ക്കോടി ജയിക്കാനല്ല, കൂടെയുള്ളവരെയും പുറകിലുള്ളവരെയും കൂടെ കൂട്ടി ഒരുമിച്ച് ജയിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. കോളേജ് പഠനകാലം. അവിടെ അവൾ ക്രിസ്തീയ മൂല്യങ്ങൾ പകരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. വിശുദ്ധ ബലിയിൽ ഏവരെയും പങ്കാളികളാക്കാൻ തുനിഞ്ഞിറങ്ങി. പാവപ്പെട്ടവർക്ക് പൊതിച്ചോറുകൾ ഒരുക്കി. രോഗികളെയും മാനസിക വേദനകൾ അനുഭവിക്കുന്നവരെയും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്വയം ഒരു അധ്യാപികയായി. വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ ഏവരുടെയും ഇടയിൽ അവൾ ഒരു മാലാഖയായി മാറി. അവളിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവളിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവസ്നേഹവും
അതിൽ നിന്ന് കവിഞ്ഞൊഴുകിയ പരസ്നേഹവുമാണ്. എല്ലാവരിലും അവൾ മറക്കാത്ത സ്മരണയായി മാറി. പഠനം കഴിഞ്ഞ് ജോലി ലഭിച്ചതും താൻ ഒരു ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞതും ഒരേ ദിവസം. സഹനങ്ങളുടെ നടുവിൽ അവൾ കാണിച്ച മനോവീര്യവും പരിഭവമില്ലായ്മയും ആത്മസന്തോഷവും അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല. എന്തിനും ഏതിലും ഈശോ മാത്രം അവളിൽ നിറഞ്ഞു നിന്നു. കണ്ടവരെല്ലാം പറയാൻ തുടങ്ങി, "യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഐ ഹാവ് എവർ സീൻ." നിന്റെ ചിരിയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിരി. അർജുന നമ്മെ പഠിപ്പിക്കുന്നു, സഹനങ്ങൾ എടുത്തു മാറ്റുന്നതല്ല ദൈവത്തിൻ്റെ നന്മ. കരഞ്ഞപേക്ഷിക്കുമ്പോൾ മാലാഖയെ അയച്ചു തന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നല്ല ദൈവം. അങ്ങനെയുള്ളവരിലൂടെ അവിടുത്തേക്ക് ചില പദ്ധതികൾ നിറവേറ്റാനുണ്ട്. നമ്മുടെയൊക്കെ ബുദ്ധിക്ക് അതീതമായ ചില പദ്ധതികൾ. കൂട്ടുകാരെ, അർജുനയെ പോലെ നമുക്കും കൂട്ടുകാർക്കിടയിലെ ഒരു മാലാഖയാകണ്ടേ? അവൾക്കതിന് കഴിഞ്ഞെങ്കിൽ നമുക്കും സാധിക്കും എന്നവൾ നമ്മോട് പറയുന്നു. കുഞ്ഞു സഹനങ്ങളെ ഈശോയ്ക്ക് ചേർത്ത് പിടിക്കാം. അവിടുന്ന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകട്ടെ. വരൂ, നമുക്ക് കൂട്ടുകൂടാം, വിശുദ്ധമീ വഴികളിൽ ഒന്നിച്ചു മുന്നേറാം. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി, ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി, ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. ഞാൻ